ട്രെയിനിൻ്റെ ചോദ്യമാണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചോദ്യമാണ്. നമുക്ക് നോക്കാം. 140 മീറ്ററും 160 മീറ്ററും നീളമുള്ള രണ്ട് ട്രെയിനുകൾ യഥാക്രമം 60 km/hലും വേഗത്തിലും 40 km/h വേഗത്തിലും എതിർദിശയിൽ സഞ്ചരിക്കുന്നു. രണ്ട് ട്രെയിനുകളും പരസ്പരം മറികടക്കുന്നതിന് എത്ര സമയം വേണമെന്നാണ് ചോദിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യമാണ്. രണ്ട് ട്രെയിനുകളും മറികടക്കാൻ എത്ര സമയമാണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. രണ്ട് ഡിഫറെൻറ്റ് ഡിസ്റ്റൻസിൽ നീളമുള്ള ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർദിശയിലാണ് വരുന്നത്. സ്പീഡ് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യാമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് നോക്കാനുള്ളൊരു കാര്യം വെച്ചാൽ എതിർദിശ ആയി കഴിഞ്ഞാൽ ഈ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. റിലേറ്റീവ് സ്പീഡ് അത് കണ്ടുപിടിക്കണം. എതിർദിശയിൽ വരുന്ന രണ്ടും ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ റിലേറ്റീവ് സ്പീഡ് കൂട്ടുകയാണ് ചെയ്യുക. അതായത് 60 + 40 കൂട്ടും. 60 + 40 km/h 100 km/h ആയിട്ട് കണക്കാക്കും സ്പീഡ്. അതാണ് ആപേക്ഷികമായിട്ടുള്ള സ്പീഡ് എന്ന് പറയുന്നത്, റിലേറ്റീവ് ആയിട്ടുള്ള സ്പീഡ്. നേരെ മറിച്ച് രണ്ടും ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ 60 - 40 20 ആയിരിക്കും എടുക്കുക. അപ്പോൾ ഈ കേസിന് നമുക്ക് എന്താ എടുക്കേണ്ടത്? എതിർദിശയിലായതുകൊണ്ട് റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 60 + 40 100 അപ്പോൾ റിലേറ്റീവ് സ്പീഡിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. എതിർദിശയിലാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് റിലേറ്റീവ് സ്പീഡ് നമ്മൾ 60 + 40 കൂട്ടിയത്. ഒരേ ദിശയിലാണെന്ന് പറഞ്ഞാൽ എന്തെടുക്കും? 60 - 40 മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ കോൺസെപ്റ്റ്. ബാക്കിയെല്ലാം പണ്ടത്തെ പോലെ തന്നെയാണ്. അതായത് ഇക്വേഷൻ അപ്പോൾ എന്ത് വരും? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. എത്ര സമയം കൊണ്ട് അവർ അങ്ങനെ ചോദിച്ചിരിക്കുന്നത്, പരസ്പരം മറികടക്കുന്ന എത്ര സമയം വേണമെന്നാണ്. ഇപ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ട്രെയിനിൻ്റെയും നീളമാണ്. 140 + 160 140 + 160 അതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അവർ രണ്ടുപേരും കൂട്ടുമുട്ടാൻ എത്ര സമയം എടുക്കുന്നതാണ്. റിലേറ്റീവ് സ്പീഡ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, 100 km/h ആണ്. m/s ഒന്നുമല്ല, km/h. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 60 km/h 40 km/h. അതുകൊണ്ട് നമ്മൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 100 km/h ആണ്. പക്ഷേ മുകളിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ലെങ്ത് ഓഫ് ദ ട്രെയിൻ എന്ന് പറയുന്നത് മീറ്ററിലാണ്. ഇത് 300 മീറ്റർ / 100 km/h എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് സെക്കൻഡാണ്. അപ്പം സ്പീഡിന് എന്ത് ചെയ്യണം? m/s ആക്കണം. അപ്പോൾ 100 km/h നമ്മൾ എന്ത് ചെയ്യും? m/s ആക്കും. അപ്പോൾ റിലേറ്റീവ് സ്പീഡിനെ നമ്മൾ 5/18 വെച്ച് m/s ആക്കും. അല്ലേ? 5/18 അല്ലേ? അപ്പോൾ ഇത് എത്രയായി? 500/18. തൽക്കാലം അങ്ങനെ എടുക്കാം, കാരണം കാൽക്കുലേഷൻ അതായിരിക്കും എളുപ്പം. 500/18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലപ്പം 140 + 160 300 മീറ്റർ ഡിവൈഡ് ബൈ എന്താണ്? 500/18 ഇങ്ങനല്ലേ വരിക? അപ്പോൾ എന്ത് ചെയ്യും? 18 മുകളിൽ പോകും അല്ലേ? കാരണം ഇതിങ്ങനെ ഡിവിഷൻ ആയതുകൊണ്ട് മുകളിൽ പോകും. അപ്പോൾ 300 ഡിവൈഡ് ബൈ 1 × 18/500 വരിക അല്ലേ? അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്യും. അപ്പോൾ എത്ര വരും? 3 × 24 ബാക്കി 2 3 54/5 വരും. 54/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 54 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 1 5 0 4 എന്ന് പറഞ്ഞാൽ പോവില്ല. 540 കൊടുത്തു അല്ലേ? ഇവിടെ 40 0 താഴെ കിട്ടും. 40 8 5 40 ഓക്കെ ആണോ? അപ്പോൾ 10.8 സെക്കൻഡാണ് നമുക്ക് ഉത്തരം കിട്ടും. 10.8 സെക്കൻഡ് ശരിയാണോ? നോക്കിക്കേ, 10.8 സെക്കൻഡ്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, രണ്ട് ട്രെയിനുകൾ എതിർദിശയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ആപേക്ഷികമായിട്ടുള്ള വെലോസിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും സമ്മാണെന്നും രണ്ടും കൂടുന്നതാണ്. രണ്ട് എതിർദിശയിലല്ലാതെ ഒരേ ദിശയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ആപേക്ഷികമായിട്ടുള്ള വെലോസിറ്റി അല്ലെങ്കിൽ ആപേക്ഷികമായ സ്പീഡ്, റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്താണ് യൂണിവേഴ്സലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ? സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം, ടൈം = ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ എത്ര സെക്കൻഡിനുള്ളിൽ ഇവർ മീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ 10.8 സെക്കൻഡ്. ഓപ്ഷൻ ബി.